ഹലോ മക്കളെ, എൻ്റെ പേര് യദു. ഞാൻ എക്സാമിനറിലെ കൊമേഴ്സ് ഫാക്കൽറ്റിയാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഇപ്പം പലരും കൊമേഴ്സ് സ്ട്രീം ചൂസ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കും അല്ലേ. പക്ഷേ അതിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ചും. അപ്പം ഒരു നാലോളം ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്താണ് ഈ സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ അങ്ങോട്ട് മാറ്റാം അല്ലേ. യെസ്, അപ്പം നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ചാണ്. കൊമേഴ്സ് സ്ട്രീമിലുള്ള ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച്. അപ്പം നമുക്കൊന്ന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മക്കൾ കേട്ടിട്ടുണ്ടാവും, CA. ഓക്കെ, യെസ്, ഒന്നാമത്തത് CA മക്കൾ കേട്ടിട്ടുണ്ടാവും. ദെൻ അതുപോലെ തന്നെ മാത്സ്. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണവും എന്താണ് കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് CA മാത്സും തന്നെയായിരിക്കും. ഇത് കൂടാതെ നമുക്ക് സ്റ്റാറ്റി വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. അപ്പം ഈ 4 ആയിരിക്കും മെയിനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൽ പൊളിറ്റിക്കൽ സയൻസ് വളരെ കുറവാണ്. സ്റ്റാറ്റി, മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് കുറച്ചധികം ഉണ്ടാവുക. പക്ഷേ അതിൽ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും മാത്സും തമ്മിലായിരിക്കും കൂടുതൽ നമ്മൾ എന്താക്കേണ്ടി വരിക, ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇതിൽ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചും മാത്സിനെ കുറിച്ചുമാണ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കമ്പ്യൂട്ടർ തന്നെയാണ് അതിൽ വരുന്ന കാര്യം. ഓക്കെ, കമ്പ്യൂട്ടർ തന്നെയാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിൽ കൂടുതലായിട്ട് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിലൂടെയാണ്. അതായത് ഒന്നുമില്ല, ഇപ്പം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമുക്ക് അറിയാലോ അല്ലെ. യെസ്, അപ്പം ഈ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ദെൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് ഉണ്ട്. ലാംഗ്വേജസ് തന്നെ ഒരുപാട് നമുക്കറിയാം. ഈ എന്താണ് C++ ആയാലും HTML റെഡി, ഇതുപോലെ എന്താണ് ഒരുപാട് നമുക്ക് ജാവ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ജാവ കൂടുതൽ പോലുള്ള എന്താണ് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പോലെ C++, HTML തുടങ്ങിയ കമ്പ്യൂട്ടർ ലാംഗ്വേജസിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ആണ് നമുക്ക് എവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ട് നമുക്ക് അത്രയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ആ ഒരു ഫീൽഡ് ആയാലും, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള അത്രയ്ക്കും ഫീൽഡാണ് നമുക്ക് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അത്രയ്ക്കും ചാൻസസ് ആണ്. സോ അതിലേക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ എന്താണ് കൊമേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന +2 കൊമേഴ്സിലുള്ള ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വരുന്ന സമയത്ത് നമുക്ക് മാത്സ്. ഓക്കെ, അതായത് മാത്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒന്നാമത്തെ നമ്മളതാ ലീനിയർ ഇക്വേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അതുപോലെ നമുക്ക് എന്താണ് ഒന്ന് ടഫായിട്ടുള്ള ട്രിഗണോമെട്രി വരുന്നുണ്ട്. ഓക്കെ, ട്രിഗണോമെട്രി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും മാത്സിലും പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. റെഡി, പിന്നെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് മാത്സ് പിന്നെ പണി കിട്ടല്ലോ എന്നുള്ളത്. അതായത് മാത്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി കൊമേഴ്സ് ചൂസ് ചെയ്ത പലരും ഉണ്ട് അല്ലേ. അപ്പൊ അവിടെ വരുന്നു മാത്സ് ടീച്ചറാന്നുള്ളത്. ഓക്കെ, പക്ഷേ കുറച്ച് സാറൊക്കെ എടുത്ത് മാത്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ മുൻപ് ആ ഒരു ടൈമിലൊക്കെ ഈ മാർക്കുള്ള കുട്ടികളൊക്കെ കൊമേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും ഒക്കെ കുറച്ചിങ്ങനെ ക്വസ്റ്റ്യൻസ് വരികയായിരുന്നു. എന്തിനാണ് അതെടുത്തത്, പിന്നെ സയൻസ് എടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അവരോട് പറയാനുള്ള ഒരു ഗമയായിരുന്നു മാത്സ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളും പഠിക്കുന്നുണ്ട് സയൻസിലെ കാര്യങ്ങൾ, മാത്സ് ഒക്കെ ഞങ്ങൾക്കും പഠിക്കാറുണ്ട് എന്നുള്ള രീതിയിൽ പറയായിരുന്നു. ആ സമയത്തൊക്കെ സാറിനൊക്കെ ഒരു ഗമയായിരുന്നു. സാറ് മാത്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം മാത്സ് എന്ന് പറയുന്നത് സയൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കൂടുതലായിട്ട് സയൻസിനോട് അത്ര നമുക്ക് മാത്സ് കൊമേഴ്സിൽ പഠിക്കാനില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് എക്സാമിന്റെ കേസും. സയൻസ് സബ്ജക്റ്റിൽ വരുന്ന അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിൽ വരുന്ന അത്ര നമുക്ക് ടഫ് ആയിട്ടൊന്നുമല്ല ക്വസ്റ്റ്യൻസ് വരിക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാത്സിൽ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് അവർക്ക് വരുന്ന പോലെ അത്ര വൈഡ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര ടഫ് ആയിട്ടോ നമുക്ക് മാത്സ് കൊമേഴ്സിൽ വരുന്നില്ല എന്നുള്ളതാണ്. സോ ഒരു ബുദ്ധിമുട്ടില്ല, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ മാത്സ് തീരെ
വേണ്ട എന്നുള്ളവരാണെങ്കിൽ മാത്സ് ഒഴിച്ചിട്ട് മറ്റ് സ്ട്രീമുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷണൽ സബ്ജക്റ്റുകളെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് മാത്സിനെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെയും കുറിച്ച് ഈ കാര്യങ്ങൾ മാത്രം മക്കൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം CA എടുത്താലും മാത്സ് എടുത്താലും കൊമേഴ്സ് സ്ട്രീമുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫ്യൂച്ചറിലേക്ക്, ഐ മീൻ കരിയർ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടോ നമുക്ക് ചാൻസസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതായിരിക്കും അല്ലെ. പക്ഷെ ആ ഒരു കാര്യം മക്കൾ പേടിക്കുകയേ വേണ്ട. കൊമേഴ്സ് എടുത്താൽ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് കരിയറിലേക്ക് ഉണ്ടോ അതെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും മാത്സ് എടുത്തു കഴിഞ്ഞാലും പൊളിറ്റിക്കൽ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ സ്റ്റാറ്റി എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളൊക്കെ കുറച്ചധികം നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഒരു PhD ഒക്കെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ എക്കണോമിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അല്ലാതെ അതുപോലത്തെ ചെറിയ കാര്യങ്ങളല്ലാതെ നമുക്ക് എന്താണ് ഈ കരിയർ ബേസ്ഡോ ജോബ് ബേസ്ഡോ ആയിട്ടുള്ള ഒരു ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ആവുന്നതൊന്നും ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത് മക്കൾ ചിന്തിക്കേണ്ട. CA മാത്സ് എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എടുത്തുകൊണ്ട് മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ മക്കൾ ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് എന്തെല്ലാം ഓപ്ഷൻസ് നമുക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമുക്കുണ്ടോ, ഇതൊന്നല്ല കേട്ടോ, അതൊക്കെ ജസ്റ്റ് ഇവിടെ കൊടുത്തതേ ഉള്ളൂ. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും എണ്ണിയാലും തപ്പി എടുത്താൽ തീരാത്ത അത്രത്തോളം ഓപ്ഷൻസ് ആണ് കരിയേഴ്സ് ഓപ്ഷൻസ് ആണ് കൊമേഴ്സിലുള്ളത്. പക്ഷെ അതൊന്നും ആരും പറയുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും ടോപ്പ് ലെവൽസ് ആയിട്ടുള്ളത് ആ CP എന്നൊക്കെ പറഞ്ഞ ഏതാ ലെവൽ എന്നറിയാം മക്കളെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മക്കൾ ഇതുപോലെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ +1ലേക്ക് കാലെടുത്ത് വെക്കാൻ. അപ്പം നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.